കർഷകന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മിന്നൽ വളത്തെക്കുറിച്ചാണ്. മിന്നൽ വളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ തോന്നുന്നുണ്ട് മിന്നൽ എന്താണ്? അതെ, മിന്നൽ വേഗത്തിൽ ചെടികൾ വളരാനും ചെടികൾ പൂവിടാനും ചെടികൾക്ക് കായ്ക്കാനുമുള്ള ഒരു വളത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കർഷകൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഫോളോ ചെയ്തിട്ടില്ലാത്തവരും ഉടൻ തന്നെ കർഷകൻ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കർഷകന്റെ പുതിയ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. നമുക്ക് മിന്നൽ വളത്തെക്കുറിച്ച് അറിയാം. നമ്മുടെ വീട്ടുമുറ്റത്തും മറ്റും നിൽക്കുന്ന പൂക്കാത്ത ചെടികൾ പൂക്കുവാനും കായ്ക്കാത്ത ചെടികൾ കായ്ക്കുവാനുമുള്ള ഒരു ജൈവ മിക്സ് ക്യാപ്സ്യൂളാണ് മിന്നൽ വളം. മിന്നൽ വളം എന്നറിയപ്പെടുന്ന ഈ വളം എല്ലാവിധ കർഷകർക്കും വളരെ പ്രയോജനപ്രദമായ ഒന്നാണ്. വിവിധ പരീക്ഷണങ്ങൾക്കൊടുവിൽ വികസിപ്പിച്ചെടുത്ത ഈ വളം നമ്മുടെ വീട്ടുമുറ്റത്തും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലുമൊക്കെ വളരുന്ന എല്ലാവിധ ചെടികൾക്കും പഴവർഗ്ഗങ്ങൾക്കും പൂക്കൾക്കും മറ്റ് പച്ചക്കറികൾക്കും എല്ലാം ഉപയോഗിക്കാം. ഒരു മാസത്തേക്ക് ഒരു ചെടിക്ക് 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മിന്നൽ വളം മതി എന്നതാണ് ഈ വളത്തിൻ്റെ പ്രത്യേകത. ഈ വളം ഉപയോഗിച്ച് 2 മുതൽ 6 മാസത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നത് ഉറപ്പാണ്. മിന്നൽ വളത്തിൻ്റെ നിർമ്മാതാക്കൾ ഈ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കി. എനിക്കും തക്കതായ റിസൾട്ട് തന്നെ കിട്ടി. അതിൻ്റെ ഫലമായാണ് ഞാൻ ഈ അറിവ് നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നത്. ജൈവ മിക്സ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ മിന്നൽ വളം എന്നറിയപ്പെടുന്ന ഈ വളം ചെടികൾക്ക് എങ്ങനെ നൽകണമെന്ന് വിശദീകരിക്കുന്ന കുറിപ്പും ജൈവ മിക്സിനോടൊപ്പം നമുക്ക് ലഭിക്കും. 4 പാക്കറ്റ് ജൈവമിക്സ് ക്യാപ്സ്യൂൾ വെറും 100 രൂപയ്ക്കാണ് ഇവർ കേരളത്തിൽ എവിടേക്കും ഡെലിവറി ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ഉൽപ്പാദകർ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാക്കുന്നുണ്ട്. മിന്നൽ വളം ആവശ്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അവർ മിന്നൽ വളം എത്തിച്ചു തരുന്നതാണ്. മിന്നൽ വളം ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് വഴിയും മിന്നൽ വളം ബുക്ക് ചെയ്യാം. മിന്നൽ വളം ഓർഡർ ചെയ്താൽ 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിൽ മിന്നൽ വളം കൊറിയർ വഴി എത്തും.